ഏപ്രിൽ 25 ശനിയാഴ്ച രാത്രി 8:36 ഹിൽട്ടൺ ഹോട്ടലിന്റെ ബോൾ റൂമിൽ 2300ഓളം അതിഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രശസ്ത മെന്റലിസ്റ്റ് ഓസ് പേൾമാൻ സ്റ്റേജിൽ ട്രംപിന് മുന്നിൽ തന്റെ പ്രകടനം കാഴ്ചവെക്കുന്നു. എല്ലാവരും ചിരിച്ച് ഉല്ലസിച്ച് ഇരിക്കുമ്പോഴാണ് ഹോട്ടലിന്റെ ലോബിയിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടത്. ആദ്യമൊക്കെ ഇതൊരു ട്രേ വീണ ശബ്ദമാണ് എന്നാണ് ട്രംപ് കരുതിയത്. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ സീക്രട്ട് സർവീസ് ഏജന്റ് സ്റ്റേജിലേക്ക് ഇരച്ചു കയറി. പ്രസിഡന്റിനെയും ഫസ്റ്റ് ലേഡി മെലാനിയെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും അവിടെ നിന്നും മാറ്റുന്നു. അപ്പോഴേക്കും ബോൾ റൂമിനുള്ളിൽ വലിയ രീതിയിലുള്ള പാനിക് പടർന്നിരുന്നു. ആളുകൾ ടേബിളിന് താഴെ ഒളിച്ചു, പ്ലേറ്റുകൾ പൊട്ടി, ആകെ കൺഫ്യൂഷൻ. ഒരു യുദ്ധക്കളത്തിന് സമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടു. ഈ അക്രമം നടത്തിയത് കാലിഫോർണിയയിലെ ടൊറൻസിൽ നിന്നുള്ള കോൾ തോമസ് എല്ലൻ എന്ന 31-കാരനാണ്. വെറും ഒരു സാധാരണ ക്രിമിനൽ അല്ല ഇയാൾ. റിപ്പോർട്ടുകൾ പ്രകാരം പ്രശസ്തമായ കാൽടെക്കിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ വളരെ ശാന്തനായി കാണപ്പെട്ടിരുന്ന ഒരു അധ്യാപകനായിരുന്നു അയാൾ. ലോസ് ഏഞ്ചൽസിൽ നിന്ന് ട്രെയിൻ വഴി വാഷിംഗ്ടണിലെത്തിയ എലൻ ഹോട്ടലിലെ സെക്യൂരിറ്റി ചെക്ക് പോയിന്റിലേക്ക് ഒരു ഷോട്ട് ഗണ്ണും ഹാൻഡ് ഗണ്ണും മാരകമായ കത്തികളുമായിട്ടാണ് എത്തിയത്. തടയാൻ ശ്രമിച്ച ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് നേരെ അയാൾ വെടിയുതിർത്തു. ഭാഗ്യത്തിന് ഏജന്റ് ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിരുന്നത് ജീവൻ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ഇയാളെ കീഴടക്കുകയായിരുന്നു. പക്ഷേ പിടിക്കപ്പെടുന്നതിന് മുൻപ് അയാൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഏപ്രിൽ 26-ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. എലൻ ഒരു ആന്റി ക്രിസ്ത്യൻ മാനിഫെസ്റ്റോ എഴുതിയിരുന്നു അത്രേ. അതിൽ തന്നെ അയാൾ വിളിക്കുന്നത് ഫ്രണ്ട്ലി ഫെഡറൽ അസാസിൻ എന്നാണ്. ക്രിസ്ത്യൻസിനോടുള്ള വിദ്വേഷം ആ മാനിഫെസ്റ്റോയിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിലെ വരികൾ ശരിക്കും ഭയപ്പെടുത്തുന്നതാണ്. ആക്രമിക്കപ്പെടുമ്പോൾ മറ്റൊരു കവിൾ കാണിച്ചു കൊടുക്കുന്നത് മണ്ടത്തരമാണ് എന്നും പെഡോഫൈൽസ്, അതായത് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ താൻ പോരാടുകയാണ് എന്നും അയാൾ എഴുതിയിട്ടുണ്ട്. എന്റെ പക്കൽ മെഷീൻ ഗൺ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ട്രംപ് രക്ഷപ്പെടുന്നതെന്നും താൻ ഒരു ഇറാൻ ഏജന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അമേരിക്കയുടെ കഥ മാറുമായിരുന്നു എന്നും അയാൾ വെല്ലുവിളിക്കുന്നു. ട്രംപ് നൽകിയ അഭിമുഖത്തിലെ മറ്റു കാര്യങ്ങളും ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുകയാണ്. തന്നെ ഒരു റേപ്പിസ്റ്റ് എന്നും പെഡോഫൈൽ എന്നും വിളിച്ച അക്രമിയുടെ ആരോപണങ്ങളെ ട്രംപ് പുച്ഛിച്ചു തള്ളുകയായിരുന്നു. ഞാനൊരു പെഡോഫൈൽ അല്ല, ഒരു റേപ്പിസ്റ്റുമല്ല. ഇതൊക്കെ എന്നെ തകർക്കാൻ ചിലർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. തന്നെ ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന റാഡിക്കലൈസ്ഡ് ആയ വ്യക്തികളെ വളർത്തുന്നത് ഇടതുപക്ഷ മാധ്യമങ്ങളാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്വേഷണത്തിൽ ഇയാളുടെ ഫോണിൽ നിന്നും ഒരു ടാർഗറ്റ് ലിസ്റ്റ് വീഡിയോ ലഭിച്ചിട്ടുണ്ട്. ട്രംപ് ക്യാബിനറ്റിലെ ഓരോരുത്തരെയും ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം, ആ ലിസ്റ്റിന് താഴെ നോട്ട് ഇൻക്ലൂഡിംഗ് മിസ്റ്റർ പട്ടേൽ എന്ന് പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ആരാണ് ഈ പട്ടേൽ? ട്രംപിന്റെ വിശ്വസ്തനായ കാഷ് പട്ടേൽ ആണോ ഇത്? എന്തിനാണ് ഇയാൾ പട്ടേലിനെ മാത്രം ഒഴിവാക്കിയത്? ഇയാൾക്ക് ആരെങ്കിലും അകത്തുനിന്ന് സഹായം നൽകിയിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ ഇപ്പോൾ FBI-യെ കുഴപ്പിക്കുകയാണ്. ഇതിനെ ഒരു ഹീനിയസ് ആക്ട് ഓഫ് ടെററിസം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അതായത് തനിക്ക് നേരെ ഉണ്ടായ ഒരു വധശ്രമത്തെ കേവലം ഒരു ആക്രമണമെന്നല്ല, മറിച്ച് അങ്ങേയറ്റം ക്രൂരവും നീചവുമായ ഒരു ഭീകര പ്രവർത്തനം എന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. എലന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അയാൾക്ക് ട്രംപിന്റെ പ്രസിഡൻസിയിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും അത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും ഇപ്പോൾ സംശയിക്കുന്നു. ഈ സംഭവം സെക്യൂരിറ്റി ഏജൻസികൾക്ക് നേരെ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. 1981-ൽ റൊണാൾഡ് റീഗന് നേരെ വധശ്രമം നടന്ന അതേ ഹോട്ടലിലാണ് ട്രംപിന് നേരെയും ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഹിൽട്ടൺ ഹോട്ടൽ അത്ര സുരക്ഷിതമായ ഒരു ബിൽഡിംഗ് അല്ല എന്ന് ട്രംപ് തന്നെ പിന്നീട് പറയുകയുണ്ടായിട്ടുണ്ട്. ഇത്രയും VVIPകൾ ഒത്തുചേരുന്ന ഒരിടത്ത് എങ്ങനെ ഒരാൾ ആയുധങ്ങളുമായി എത്തി എന്നത് വലിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടോപ്പിക്കായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. സെക്യൂരിറ്റി മെറ്റൽ ഡിറ്റക്ടറുകൾ പ്രവർത്തിച്ചിരുന്നില്ലേ? അതോ ഇയാൾക്ക് ആരെങ്കിലും അകത്തുനിന്ന് സഹായം കൊടുത്തിരുന്നോ? ഇനി FBI ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. ഇനി നമുക്ക് വാർത്തയിലെ ആ ഒരു രസകരമായ എന്നാൽ അല്പം വിചിത്രമായ ഒരു വശം നോക്കാം. വെടിയൊച്ച കേട്ട് മാധ്യമ പ്രവർത്തകരും സെലിബ്രിറ്റികളും പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ ചിലർ ചെയ്ത കാര്യം ഇന്റർനെറ്റിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയ വില കൂടിയ മദ്യക്കുപ്പികളുമായിട്ടാണ് പലരും ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഓടിയത്. സോഷ്യൽ മീഡിയയിൽ ഇതിനെ ഗ്രേറ്റ് വൈൻ ഹൈസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. മരണം മുന്നിൽ കണ്ടിട്ടും ആ വൈൻ കളയാൻ അവർക്ക് തോന്നിയില്ല എന്നാണ് ട്രോളന്മാർ ചോദിക്കുന്നത്. പ്രമുഖ ചാനലുകളിലെ ജേർണലിസ്റ്റുകൾ കുപ്പികളുമായി ഓടുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും തരംഗമാണ്. മാധ്യമധർമ്മത്തെക്കാൾ ഉപരി മദ്യത്തോടുള്ള സ്നേഹമാണോ ഇവർക്ക് വലുത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നു. ഇനി എത്ര വലിയ ആപത്ത് വന്നാലും അതിനെ ഒരു പൊളിറ്റിക്കൽ മൈലേജ് ആക്കി മാറ്റുന്നതിൽ ട്രംപ് വിരുദ്ധനാണ്. ഈ വധശ്രമത്തെയും അദ്ദേഹം തന്റെ അധികാരത്തിന്റെ തെളിവായിട്ടാണ് അവതരിപ്പിക്കുന്നത്. എന്റെ പ്രസിഡൻസിയുടെ കരുത്തുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ശത്രുക്കൾ എന്നെ ഭയപ്പെടുന്നു എന്നാണ് ട്രംപ് റാലിയിൽ പറഞ്ഞത്. ഇത് തന്റെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ആവേശം നൽകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്.
അടുത്തതായിട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രതിയായ കോൾ തോമസ് എലനെ ഇന്ന് ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. ഇയാൾക്ക് മേൽ ഫസ്റ്റ് ഡിഗ്രി മർഡർ അറ്റംപ്റ്റ് ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഇയാൾ ചില വിദേശ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ FBI-ക്ക് സംശയമുണ്ട്. വൈറ്റ് ഹൌസ് ഡിന്നർ താൽക്കാലികമായി നിർത്തിവെച്ചുവെങ്കിലും ഇത് വീണ്ടും നടത്തുമെന്ന് ട്രംപ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലുടനീളമുള്ള പള്ളികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം പ്രതിയുടെ മാനിഫെസ്റ്റോയിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ സംഭവത്തെ അപലപിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ട്രംപിന്റെ സുരക്ഷയിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ തോക്കിൻ കുഴലിലൂടെ ആരെയും നിശബ്ദനാക്കാൻ കഴിയില്ല എന്നാണ് ലോകം ഒരേ സ്വരത്തിൽ പറയുന്നത്. എന്നാൽ ഇതിന്റെ പേരിൽ അമേരിക്കയിൽ ഒരു സിവിൽ അസ്വസ്ഥത ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. അമേരിക്കൻ രാഷ്ട്രീയം മുമ്പെങ്ങുമില്ലാത്ത വിധം കലുഷിതമായിരിക്കുകയാണ്. സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചുള്ള അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റൊരു വശത്ത് ഈ വധശ്രമത്തെ തന്റെ രാഷ്ട്രീയ വിജയത്തിനുള്ള ആയുധമാക്കി മാറ്റുകയാണ് പ്രസിഡന്റ് ട്രംപ്. 1981 റോണൾഡ് റീഗന് നേരെ വധശ്രമം നടന്ന അതേ ഹോട്ടലിൽ വീണ്ടും ഒരു പ്രസിഡന്റ് ലക്ഷ്യം വെക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം ഒരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെയുള്ള കനത്ത പ്രഹരമാണ്. കോൾ അലൻ ആരെയാണ് ശരിക്കും ലക്ഷ്യം വെച്ചത്? ആ മാനിഫെസ്റ്റോയ്ക്ക് പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.